ഹലോ ഗായ്സ്, നമുക്കിന്നൊരു കിടിലൻ ബീഫ് കറി ആയാലോ? പുറത്ത് നല്ല മഴയാണ്, അപ്പോഴാണ് ഒരു ബീഫ് കറി ഉണ്ടാക്കിയാലോ എന്ന് തോന്നിയത്. അപ്പോൾ നമുക്ക് ഒത്തിരി പറഞ്ഞ് ചിലവാക്കുന്നില്ല, നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ബീഫ് കറിക്ക് വേണ്ടി ആദ്യമായി സവോള, തക്കാളി, മല്ലിയില, കുറച്ച് പച്ചമുളക് നടുവേ കീറിയത്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, 3 ഏലയ്ക്ക, കറുവാപ്പട്ട, ഗ്രാമ്പു, തക്കോലം. ഇനി പൊടികൾക്ക് ആവശ്യമായിട്ടുള്ള 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പിരിയ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല, ബീഫ് മസാല 2 ടീസ്പൂൺ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ബീഫ് കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി ബീഫ് വേവിക്കാൻ വെക്കാം. അതിനായി മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ബീഫ് മസാല, കുരുമുളക് പൊടി, ലേശം ഉപ്പ്. നേരത്തെ നമ്മൾ ചെയ്തതിൻ്റെ ആ ഒരു അളവിൽ എല്ലാം 1 ടീസ്പൂൺ വെച്ച് കുറച്ച് ഫ്ലേവറിനായിട്ട് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഇതെല്ലാം കൂടി ഇട്ട് നമുക്കിവനെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് അടുപ്പത്ത് വയ്ക്കാം. ഒരു 4 വിസിൽ ആകുന്നവരേക്കും ഇവനെൻ്റെ അകത്ത് കിടന്ന് നല്ല വെന്തോളും. ബീഫ് വേകുന്ന സമയത്ത് നമുക്ക് മസാല ഉണ്ടാക്കിയിട്ട് വരാം. അതിനായി ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച്, കടുക് നല്ല പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് സ്പൈസസിന് ആവശ്യമായിട്ടുള്ള ഗ്രാമ്പു, ഏലക്ക, പട്ട ഇവ ചേർത്ത് നല്ല മൂപ്പിച്ച എണ്ണക്കട നല്ല മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ച് സവോള ഇടുക. ഫുള്ളായിട്ട് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അത് ചേർത്ത് നല്ല ഇളക്കി കുറച്ച് ഉപ്പിട്ടെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അത് വീഡിയോ കിട്ടിയില്ല, സോറി. അതിൻ്റെ ഇടയ്ക്കൊരു കടുക് പൊട്ടി എൻ്റെ കൈ വീണ് ഗൈസ്. നാളറിയാം അതിൻ്റെ സീൻ എന്താണെന്ന്. നമുക്ക് എഗെയിൻ കറിയിലോട്ട് വരാം. അപ്പോൾ നമുക്ക് സവോള നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. അതിനകത്ത് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് നടുവേ കീറിയത്, കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഇളക്കി ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി വരുന്നത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആ സമയത്ത് ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു 4 വിസിലോളം ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് തക്കാളിയും മല്ലിയില ഇട്ട് നല്ല വഴറ്റിയെടുക്കാം. പുറത്ത് നല്ല മഴയായാലും അകത്ത് ചൂടിനൊട്ടും കുറവില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ടാങ്ക് കുടിക്കാമെന്ന് കരുതി ടാങ്ക് എടുത്ത് കമത്തി ഗൈസ്. ഓക്കെ, നമുക്കിനി പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, ബീഫ് മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, എല്ലാ പൊടികളോട് ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ച മണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇല്ലെങ്കിൽ ആ പച്ച മണത്തിൻ്റെ ആ ചുവ വന്നാൽ കറി പോയി ഗൈസ്. സോ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ലാസ്റ്റ് ഫിസിലൂടെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്തിട്ട് ആ വെള്ളം നമുക്ക് ഊറ്റിയെടുത്ത് ഗ്രേവിയിൽ തിക്ക് ഗ്രേവിയാക്കി ലാസ്റ്റ് ബീഫ് എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം. ബീഫ് നല്ല വെന്തിട്ടുണ്ട്. ആ കറിയും നല്ല എണ്ണ ഊറി വന്നിട്ടുണ്ട്. ഇനി അതിനകത്ത് നമുക്ക് ഫ്ലേവറിനായിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ഗൈസ്. പകുതിപ്പേരുടെയും വായിൽ നിന്ന് ഇപ്പം നല്ല വെള്ളം വരുന്നുണ്ടെന്നറിയാം. വെച്ച് താമസിപ്പിക്കേണ്ട, പെട്ടെന്ന് പോയി ഈ റെസിപ്പി ഫോളോ ചെയ്തിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ് കേട്ടോ. ഈ ഒരു ബീഫ് കറി നിങ്ങൾക്ക് ചപ്പാത്തി, പൊറോട്ട, അപ്പം, ചോറ് എന്നിവയോടെ കഴിക്കാവുന്നതാണ് ഗോയ്സ്.